നമസ്കാരം. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ആല ചാരിയാൽ ചാണകം മണക്കും എന്നൊരു ചൊല്ലുണ്ട്. അതിപ്പോൾ ഏറ്റവും ചേരുന്നത് ചന്ദ്രബാബു നായിഡുവിനാണ്. നേരത്തെ വാജ്പേയിയുടെ കാലത്ത് NDAയുടെ ഭാഗമായിരുന്നുവെങ്കിലും ഇടക്കാലത്ത് നരേന്ദ്രമോദിയോട് പിണങ്ങിപ്പിരിഞ്ഞ ചന്ദ്രബാബു നായിഡു വീണ്ടും NDA മുന്നണിയിൽ എത്തും വരെ വലിയ കുഴപ്പമില്ലാത്ത നിലപാടും സമീപനവുമായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതൊക്കെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. തിരുപ്പതി ലഡു നിർമ്മാണത്തിന് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്ന വിവാദത്തിൽ സാക്ഷിയെയും പ്രാച്ചിയെയും തോൽപ്പിക്കുന്ന നിലപാടെടുത്ത ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നതാണ് അദ്ദേഹത്തിന്റെ ഗ്രാഫ് വല്ലാതെ താഴാൻ ഇടയാക്കിയത്. ആരോപണത്തിന് തെളിവ് വേണമെന്ന് പറഞ്ഞ കോടതി ദൈവങ്ങളെ രാഷ്ട്രീയത്തിന്റെ പടിക്ക് പുറത്തു നിർത്തണമെന്നും അഭിപ്രായപ്പെട്ടത് നായിഡുവിന് തിരിച്ചടിയായി. ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് കേസ് തുടർവാദത്തിനായി ഒക്ടോബർ 3 മാറ്റിയെങ്കിലും നായിഡുവിന് ആശ്വാസകരമല്ല കോടതിയിൽ നിന്നും വന്ന പരാമർശങ്ങൾ. വിവാദത്തിൽ കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നതടക്കം ഒരു കൂട്ടം ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. സെപ്റ്റംബർ 18 മുഖ്യമന്ത്രി ആരോപണം ഉന്നയിച്ചിട്ടും FIR രജിസ്റ്റർ ചെയ്തത് 25-നും പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ചത് 26-നുമാണെന്ന് കോടതി വ്യക്തമാക്കിയതാണ് നായിഡുവിന്റെ ഇക്കാര്യത്തിലുള്ള ദുരുദ്ദേശത്തെ പുറത്തു കൊണ്ടുവന്നത്. കോടിക്കണക്കിന് വിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടുന്ന വിഷയത്തിൽ പ്രസ്താവന നടത്തുന്നത് ഉയർന്ന ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഭൂഷണമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയതും നായിഡുവിന് തിരിച്ചടിയായി. ലഡു നിർമ്മാണത്തിന് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുമെന്നതിനാൽ അത് സ്വീകാര്യമല്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. വിവാദം പ്രത്യേക സംഘം അന്വേഷിക്കണമോ അതോ സ്വതന്ത്ര ഏജൻസിയെ ചുമതലപ്പെടുത്തണമോ എന്ന വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് കോടതിയെ സഹായിക്കാൻ ബെഞ്ച് തുഷാർ മേത്തയോട് ആവശ്യപ്പെട്ടു. മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് തിരുപ്പതി ലഡു നിർമ്മാണത്തിന് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്ന ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണം വൻ രാഷ്ട്രീയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരുന്നത്. എന്നാൽ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഹീനമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് നായിഡുവെന്നായിരുന്നു YSR കോൺഗ്രസിന്റെ പ്രതികരണം. കോടതിയുടെ രൂക്ഷമായ പ്രതികരണങ്ങൾ വന്നതോടെ തൃശങ്കുവിലായ നായിഡു SIT അന്വേഷണം തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. FIR ഇട്ട് അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എങ്ങനെയാണ് കേസിൽ അന്തിമ തീർപ്പിലെത്തിയത് എന്ന ഗുരുതരമായ നിയമപ്രശ്നമാണ് ലഡു വിഷയത്തിൽ ഉയർന്നു വന്നത്. രാഷ്ട്രീയ പ്രേരിതമാണ് കേസ് എന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാക്കുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൽ നിന്നും ഉണ്ടായത്. ഏറ്റവും അധികം ഭക്തരെത്തുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ തിരുപ്പതി ദേവസ്ഥാനത്തെ സങ്കുചിത രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കാൻ ശ്രമിച്ച ചന്ദ്രബാബു നായിഡുവിനെതിരെ ആന്ധ്രയിൽ ഉയർന്നു വന്ന ജനരോഷം തണുപ്പിക്കാനാണ് ഇപ്പോൾ അന്വേഷണം മരവിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടൊന്നും പ്രതിപക്ഷം അടങ്ങുമെന്ന് തോന്നുന്നില്ല. തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രത്തെ നശിപ്പിക്കാനാണ് നായിഡു ശ്രമിക്കുന്നത് എന്ന പ്രചാരണമാണ് YSR കോൺഗ്രസ് ഉയർത്തുന്നത്. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് കണ്ടറിയണം.